Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, sir. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. നമ്മളിരുന്ന പുതിയ ചാപ്റ്റർ ഗുഡ് മോർണിംഗ്. പുതിയ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോ കുറച്ച് എന്താണ് എല്ലാ ചാപ്റ്ററും പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട്. മനസ്സിലാക്കി എടുത്താല് എളുപ്പമാണ്. ഓക്കെ, അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതിന്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷനും കൂടി നിങ്ങൾ എഴുതിയെടുക്കണം. ഞാൻ പറയാം എവിടെയാണ് എഴുതിയെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വായിക്കുമ്പോൾ ചിലപ്പോൾ തപ്പും, അയ്യോ ഇതെന്താണ് പറഞ്ഞത് മനസ്സിലായെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തോട്ടെ. എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ, ചാപ്റ്റർ 11 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയില്ല, 44 അടിക്കാനാണ് സാധ്യത. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ലാബ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ, അതൊന്ന് വായിക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. Degree to which a series of inherent characteristics fulfill needs, International Organization for Standardization. Characteristics suggest a distinguishing feature. Requirements are need or assumption that is stated, normally implied or mandatory. Degree of adherence to pre-established criteria or standards. Okay, അതായത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ധാരാളം സ്വഭാവ സവിശേഷതകൾ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ചുരുക്കിയാണ് പറയുന്നത്. അതിന്റെ അങ്ങനെ തന്നെയുള്ള മീനിങ് പറഞ്ഞാല് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കിയാ പറയുന്നേ. എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പൊ മനുഷ്യരായിക്കോട്ടെ, ജീവജാലങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ മൃഗങ്ങള്, അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും അല്ലെ. അതിനെല്ലാത്തിനും എന്താണ് ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പലതും എന്താണ് ഡിഫറെന്റ് ആണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഇതിന് ഒരു പ്രത്യേക സവിശേഷത നിർദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് മാനദണ്ഡം നിശ്ചയിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അന്താരാഷ്ട്ര ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ. നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന മാനദണ്ഡമാണ് ഇവരിവിടെ പറയുന്നത്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. അതുകൂടാതെ എന്ത് കാര്യമായിക്കോട്ടെ ആ കാര്യത്തിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. ഇപ്പോ നമ്മുടെ വിപണിയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സോപ്പ് മേടിക്കുകയാണ്. സോപ്പ് മേടിക്കുന്നത് എന്തിനാണ്? കുളിക്കാൻ വേണ്ടിയിട്ടാണ് സോപ്പ് മേടിക്കുന്നത് അല്ലെ. എല്ലാവരും അങ്ങനെയാണ്, ബാത്തിങ്ങിന് വേണ്ടിയിട്ടാണ് സോപ്പ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ സോപ്പ് മേടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കും അല്ലെ. വെറുതെ ഒന്നും ചെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സോപ്പ് ആയിരിക്കില്ല മേടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ പ്രൊഡക്റ്റ് തന്നെ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ്, ആ സോപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സോപ്പിന്റെ പ്രൊഡക്റ്റ് അത് തന്നെയായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ്, നമ്മളത് മാറ്റുമോ? നമ്മൾക്കൊരു സാധനം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് മാറ്റാനായിട്ട് നമ്മളത് നോക്കാറുണ്ടോ? നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തേ, നിങ്ങൾ മാറ്റാറുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത് നിങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് മാറ്റില്ല. കാരണം എന്താ? നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടമാണ്, അതിൽ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസമുണ്ട്. കാരണം ആ പ്രൊഡക്റ്റിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ
എല്ലാ കാര്യങ്ങൾക്കും ഏത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആയിക്കോട്ടെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ പറയുന്നത് ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഏതൊരു സർവീസ് ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സ് അത് മേടിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഇനി ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റെപ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഗുണനിലവാരം അളക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോന്ന് ഞാൻ പറയുമ്പോഴും അതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ പറയും ഇതിന്റെ, അത് അങ്ങനെ തന്നെ നോട്ടിൽ എഴുതിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റിൽ വരുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആണ്. ക്വാളിറ്റി ഉറപ്പ് നൽകൽ അഥവാ QA എന്ന് പറയും. is a part of quality management centered on providing confidence that the quality requirements will be satisfied. എഴുതിയെടുത്തോളൂ കേട്ടോ. ഗുണനിലവാര മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ്. ഗുണനിലവാര മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ്. ഗുണനിലവാര ആവശ്യകതകൾ. ഗുണനിലവാര ആവശ്യകതകൾ മീൻസ് ക്വാളിറ്റി നീഡ്സ്. ക്വാളിറ്റി നീഡ്സ് തൃപ്തികരമാകുമെന്ന ആത്മവിശ്വാസം നൽകുന്നു. ആത്മവിശ്വാസം നൽകുന്നു. ബ്രാക്കറ്റിൽ എഴുതാം, ഗുണനിലവാരം ഉറപ്പ് നൽകുന്നു. ഗുണനിലവാരം ഉറപ്പ് നൽകുന്നു. സ്പീഡ് കൂടുതലോ? ഗുണനിലവാര മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ്. ഗുണനിലവാര ആവശ്യകതകൾ തൃപ്തികരമാകുമെന്ന ആത്മവിശ്വാസം ഇത് നൽകുന്നു. ആത്മവിശ്വാസം ഇത് നൽകുന്നു. ബ്രാക്കറ്റിൽ എഴുതുക, ഗുണനിലവാരം ഉറപ്പു നൽകുന്നു. ഗുണനിലവാരം ഉറപ്പു നൽകുന്നു. എഴുതി കഴിഞ്ഞോ? അതായത് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനം വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യം അവിടെ നിറവേറ്റിയിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ നിങ്ങളൊരു ഫേസ് വാഷ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ് വരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ പിമ്പിൾസിന് വേണ്ടി മാത്രമുള്ള ഫേസ് വാഷ് ആയിരിക്കാം. അപ്പൊ അത് നിങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ കുറച്ച് ദിവസം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിമ്പിൾസ് മാറി നിങ്ങളുടെ മുഖം ഗ്ലോ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ക്വാളിറ്റി അഷ്വറൻസ്. ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഗുണനിലവാരം അതിന് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സാധിക്കുള്ളൂ. ഇതുപോലെ തന്നെ കറക്റ്റ് മലയാളം മീനിങ് പറയാനായിട്ട് പറ്റില്ല. നമുക്ക് എക്സാമ്പിളിലൂടെ മാത്രമാണ് ഇത് വിശദീകരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഫേസ് വാഷിന്റെ കാര്യം പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത പറഞ്ഞോട്ടെ. അപ്പൊ കണക്ട് ചെയ്യാം. നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ കേസിലാവുമ്പോൾ നമ്മളത് കണക്ട് ചെയ്യണം. ഞാനിപ്പോ ഒരു ഫേസ് വാഷിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. നിങ്ങളത് ഹോസ്പിറ്റലിന്റെ സർവീസുമായിട്ടൊന്ന് താരതമ്യം ചെയ്തേ. പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പിമ്പിൾസ് മാറി നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്വാളിറ്റി അഷ്വറൻസ്. ഇതേ സംഭവം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ രൂപത്തിൽ സർവീസ് ലഭിക്കുകയാണ് അല്ലെ. ആ ഒരു സർവീസ് ലഭിക്കുമ്പോൾ നമ്മുടെ രോഗം മാറി നമ്മുടെ പഴയ അവസ്ഥയിലോട്ട് ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുകയാണ്. ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ ക്വാളിറ്റി അഷ്വറൻസ് കേട്ടോ. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്യണം. നമുക്ക് ഹോസ്പിറ്റലാണ് പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ അടുത്തത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. QA എന്നാ പറയാം. ഓക്കെ,
is an ongoing response to quality evaluation data about a service in ways that enhance the process by which services are given to consumers, patients. അതായത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് പറയുന്നത് അല്ലെ. അതായത് ഗുണമേന്മ എഴുതിയെടുത്തോളൂ കേട്ടോ. ഗുണമേന്മ മെച്ചപ്പെടുത്തലുകൾ എന്നത് ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് സേവനങ്ങൾ നൽകുന്ന പ്രക്രിയ മെച്ചപ്പെടുത്തലാണ്. ഗുണമേന്മ മെച്ചപ്പെടുത്തലുകൾ എന്നത് ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് സേവനങ്ങൾ നൽകുന്ന പ്രക്രിയ മെച്ചപ്പെടുത്തലാണ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. അതായത് ഞാൻ നേരത്തെ ഒരു ഫേസ് വാഷിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ, അതുമായിട്ട് നമുക്കതൊന്ന് താരതമ്യം ചെയ്യാം. അതായത് നമ്മളിപ്പോ ഒരു ഫേസ് വാഷ് വാങ്ങി നമ്മളത് ഉപയോഗിച്ചു, എന്താ പറയാ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ആളുകൾ കൂടുതലായിട്ട് അത് ബൈ ചെയ്യാണ്, മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആ പ്രൊഡക്റ്റ് അത് വിറ്റഴിക്കപ്പെടുകയാണ് അല്ലെ. കുറച്ചു നാളിങ്ങനെ പ്രൊഡക്റ്റ് ഇങ്ങനെ വിറ്റഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കമ്പനിക്ക് തോന്നും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നും. ചിലപ്പോ ഫേസ് വാഷിന്റെ ലെങ്ത് ചിലപ്പോൾ കൂട്ടിയേക്കാം. അതായത് അതിനകത്ത് അഡീഷണൽ ആയിട്ട് കൂടുതലായിട്ട്, അതായത് നമ്മളിപ്പോ ഒരു 100 gram ആണ് അത് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 120 gram ആയിട്ട് അവർ കൂട്ടാം. അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എലമെന്റ്സ് ഒക്കെ അതിനകത്ത് ചേർത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്കത് എത്തിക്കാം. ഇത് അതിന്റെ ഭാഗമായിട്ടാണ് അവർ നടത്തുന്നത്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലെ കാര്യം പറയാം. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് രോഗികൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ വിചാരിക്കുകയാണ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് രോഗികളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് അവർ അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു, പുതിയ ഡോക്ടേഴ്സിനെ കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഒരു ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ, അത് ഹോസ്പിറ്റലിലായാലും ഒരു പ്രൊഡക്റ്റിന്റെ കമ്പനി ആയാലും ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? നമുക്ക് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ് നോക്കാം. Total quality management is a system of management centered on the principle that every member of staff should be committed to keeping high standards of work in every aspect of a hospital's operation. എഴുതിയെടുത്തോളൂ കേട്ടോ. ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാർക്കും ഉത്തരവാദിത്തമുണ്ട്, അഥവാ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലെ. ഹോസ്പിറ്റലിലെ എന്താ പറയാ, അതായത് ഹൈ ക്വാളിറ്റിയുള്ള ജോലികൾ ചെയ്യാനായിട്ട്, നല്ല നിലവാരത്തിലുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റാഫുകളും, ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലെ. അവർക്ക് അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. നാലാമത്തേത് ടോട്ടൽ ക്വാളിറ്റി കെയർ ആണ്. Total quality care is the provision of the best possible care through
constantly enhancing service to meet or exceed the needs and hopes of the customer. എഴുതിയെടുത്തോളൂ കേട്ടോ. ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിന് നിരന്തരം മെച്ചപ്പെടുത്തുന്ന സേവനത്തിലൂടെ സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ഒന്നുകൂടി പറയാം. ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിന് നിരന്തരം മെച്ചപ്പെടുത്തുന്ന സേവനത്തിലൂടെ സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. നിങ്ങളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവാം. ആ പ്രൊഡക്റ്റിന്റെ യൂസ് നിങ്ങൾക്ക് ഉണ്ടാകുക അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഫേസ് വാഷ് മേടിക്കാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട്. നമ്മളൊരു പ്രതീക്ഷയായിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷോപ്പിൽ ചെല്ലുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത് അല്ലെ. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ എല്ലാവരും ഓൺലൈൻ വഴി ഓർഡർ ആണ് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ കടയിൽ കയറി എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നതിന് എഴുതാൻ പറ്റുന്നില്ലെന്നോ? മറ്റുള്ളവർക്ക് എഴുതാൻ പറ്റുന്നില്ലേ? ഞാൻ പറയുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവർ എഴുതിയോ? ഒരാൾക്ക് മാത്രം എന്താണ്? എല്ലാവരും എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാവും. ഇത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ എങ്ങനെ സംഭവിക്കും, അങ്ങനെയുള്ളൊരു പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ആവശ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും. അപ്പോ അത് വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് എന്താ പറയാ, ഏറ്റവും മികച്ചതായിട്ട് അത് നമുക്ക് ലഭിക്കുന്നുണ്ടോ, അതിന്റെ യൂസിന് ശേഷം നമുക്ക് ഏറ്റവും മികച്ച പ്രതികരണം അത് ഉപയോഗിച്ചതിന് ശേഷം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ആശുപത്രിയിലായാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് നമ്മള് വളരെയധികം പ്രതീക്ഷയോടും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അല്ലെ. അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അവരെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ മാക്സിമം കെയർ നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ക്ലിയർ ആയിട്ട് തരുന്നത് കേട്ടോ. The last one, quality control, another QC, is a procedure or set of procedures that intends to make sure that medical service adheres to defined set of quality criteria or meets the requirements of the client or customer. Quality control എന്നത് ഒരു നടപടിക്രമം അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടമാണ്. അത് മെഡിക്കൽ സേവനം ഒരു നിശ്ചിത ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ? എഴുതിക്കോളൂ കേട്ടോ. അത് മെഡിക്കൽ സേവനം ഒരു നിശ്ചിത ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ലയന്റിന്റെയോ ഉപഭോക്താവിന്റെയോ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ? ക്ലയന്റിന്റെയോ ഉപഭോക്താവിന്റെയോ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഒന്നുകൂടി പറയാം. ക്വാളിറ്റി കൺട്രോൾ എന്നത് ഒരു നടപടിക്രമം അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടമാണ്.
അത് മെഡിക്കൽ സേവനം ഒരു നിശ്ചിത ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലയന്റിന്റെയോ ഉപഭോക്താവിന്റെയോ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഓക്കെ, എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പൊ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയർ ആണ്. അത് എല്ലായിടത്തും നടപ്പിലാക്കുന്ന ഒന്നാണ് കേട്ടോ. അത് കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികളിലാകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലാകാം, സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലിലാകാം. എല്ലായിടത്തും എന്തുണ്ട്, ഒരു നടപടിക്രമമുണ്ട്, ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് എല്ലാ സ്ഥാപനവും പ്രവർത്തിക്കുന്നത്. ഇനി അവിടെ കൊടുക്കുന്ന സേവനം, രോഗികൾക്ക് കൊടുക്കുന്ന സേവനത്തില് അവര് ഒരു നിശ്ചിത ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അതായത് ക്വാളിറ്റി എന്താ പറയാ മാനദണ്ഡങ്ങളുണ്ട്, ക്രൈറ്റീരിയകളുണ്ട്. അതനുസരിച്ചിട്ടാണ് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. അവിടെ വരുന്ന ക്ലയന്റിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ സ്ഥാപനങ്ങളും എസ്പെഷ്യലി ഹോസ്പിറ്റൽസ് ക്വാളിറ്റി ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് അവർക്ക് അക്രഡിറ്റേഷൻ ലഭ്യമാകുക. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് നാബ് പറയാനുള്ളത് കേട്ടോ. അപ്പോ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ കൂടിയും നിശ്ചിത ഗുണനിലവാരത്തിലാണ് അത് പ്രവർത്തിക്കേണ്ടത്. ആ ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് അവർക്ക് ആ ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുക. അപ്പൊ അത് നമുക്ക് താഴേക്ക് വരുന്നതാണ് ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ, മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? എടുത്തത് മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് താഴത്തേക്ക് ഇത്രയും എന്താ പറയാ പ്രശ്നമില്ല മനസ്സിലാക്കിയെടുക്കാൻ കേട്ടോ. അപ്പൊ ആദ്യം കുറച്ചിങ്ങനെ ഗ്യാപ്പ് ഇട്ട് പറഞ്ഞു തന്നത് ഇതൊന്ന് തലയിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം എന്താണ് പറയുന്നത്. ISO 9000 defines quality control as a part of quality management focused on fulfilling quality requirements. ISO 9000 ഗുണനിലവാര നിയന്ത്രണത്തിൽ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ISO കേട്ടിട്ടില്ല? ISO നിങ്ങളുടെ വീടുകളില് ഇതുമായി ബന്ധപ്പെട്ടതിന്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാകും അല്ലെ? എന്തിലൊക്കെ ഉണ്ടാവും ISO എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയാ അംഗീകാരം കൊടുക്കുന്നതാണല്ലോ ISO മാർക്ക് എന്ന് പറയുന്നത്. ഗ്യാസ്, പിന്നെ അലുമിനിയം, പൈപ്പ്, അതിലൊക്കെ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ISO എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ISO 9000 ഗുണനിലവാര നിയന്ത്രണത്തെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ഗുണനിലവാര ആവശ്യകതകൾ നിറവേറ്റുന്നത് ഗുണനിലവാര മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഗുണനിലവാര ആവശ്യകതകൾ നിറവേറ്റുന്നത് ഗുണനിലവാര മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, ഇത്രയുമാണ്. Then അടുത്ത നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards so that the hospital functions in a desirable condition. Hospital quality management എന്നത് വ്യത്യസ്ത ഹോസ്പിറ്റൽ ക്വാളിറ്റി അളവുകളും മാനദണ്ഡങ്ങളും പ്രയോഗിച്ച് മൊത്തത്തിലുള്ള ഹോസ്പിറ്റൽ ഓപ്പറേഷൻ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഹോസ്പിറ്റൽ ക്വാളിറ്റി അളവുകൾ, അതായത് പല രീതിയിലുള്ള മെഷർമെന്റുകൾ ഉണ്ട്. അതായത് അവര് നടത്തുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല പല മാനദണ്ഡങ്ങൾ ഹോസ്പിറ്റലുകൾ പല പല ക്രൈറ്റീരിയകൾ നടപ്പാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് ഒരു ഹോസ്പിറ്റൽ ടോട്ടൽ ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയാ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയാ കേട്ടോ. നിശ്ചിതമായിട്ടുള്ള ക്രൈറ്റീരിയ, അതുപോലെ തന്നെ പല പല ക്വാളിറ്റി മെഷർമെന്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ എന്ത് പറയുന്നു? ടോട്ടൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ജോബ് ഡിസ്ക്രിപ്ഷൻ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. അതായത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കീഴിലായിട്ട് ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ പ്രവർത്തിക്കുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. The quality manager in hospital must support the quality assurance program cell at the hospital and be responsible for working out and establishing quality procedures, standards and specification in hospital. She must pursue the quality improvement in all processes and procedures of the hospitals and share reports. അതായത് ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുന്നു എന്നാ പറയാ. അതായത് ഒരു ഹോസ്പിറ്റലിൽ എന്തുണ്ട്, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി ഉറപ്പ് നൽകുന്ന ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. അടുത്തത് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയായിരിക്കണം ആര്, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. അതായത് ഹോസ്പിറ്റലിന്റെ ഇപ്പോൾ സ്റ്റാഫുകൾക്കായാലും അവിടെയുള്ള എക്യുപ്മെന്റ്സുകൾക്കായാലും അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ക്വാളിറ്റി അനിവാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലേക്ക് ഉടനെ തന്നെ നടപടി എടുക്കുന്നത് ആരാണ്, അത് ക്വാളിറ്റി മാനേജറാണ്. ഇപ്പൊ ഒരു എക്യുപ്മെന്റ് കേടായി എന്ന് വിചാരിക്കാം. അത് കേടായി കഴിയുമ്പോൾ അതിന്റെ പ്രശ്നം എന്താണ്, അത് എവിടെ നിന്നാണ് വാങ്ങിയത്, എങ്ങനെയാണത് അതിന്റെ തകരാറ് പരിഹരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം അതൊക്കെ ക്വാളിറ്റിയിൽ വരുന്നതാണ്. പരിഹരിക്കുന്നത് ആരാണ്, ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ. അതുപോലെ തന്നെ ആശുപത്രിയുടെ എല്ലാ തരത്തിലുള്ള ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ട് ആശുപത്രിക്ക് എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ ഒരാള് നിർബന്ധിതനായിരിക്കണം. ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് സ്ത്രീയാവാം പുരുഷനാവാം, അതാണ് ഹി ഷീ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവരെന്തായിരിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾക്ക് ഇവര് നിർബന്ധിതരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മറ്റ് ചില ഡ്യൂട്ടീസ് ഉണ്ട്. ക്വാളിറ്റി മാനേജറുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ചില ഡ്യൂട്ടീസ് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. First one, ensuring good quality non-clinical services such as infection prevention, security, diet, etc. അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അണുബാധ തടയൽ, അതുപോലെ തന്നെ സുരക്ഷ, ഭക്ഷണക്രമം തുടങ്ങിയ നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുന്നത് ക്വാളിറ്റി മാനേജറാണ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഏരിയ ആകുമ്പോൾ അവിടെ ഇൻഫെക്ഷന്റെ എന്താ പറയാ സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ ഇൻഫെക്ഷൻ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്, അതുപോലെ തന്നെ അവിടെയുള്ള ഹോസ്പിറ്റലിന്റെ സുരക്ഷ നോക്കുന്നത്, ഡയറ്റ് ഭക്ഷണക്രമം എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും ക്യാൻറ്റീനുകൾ ഉണ്ട് അല്ലെ. അവിടെയുള്ള ക്യാൻറ്റീനുകളിൽ നിന്നാണ് രോഗികൾക്കും അതുപോലെ തന്നെ അവിടെ വരുന്ന വിസിറ്റേഴ്സിനും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ നല്ല നിലവാരമുള്ള ഭക്ഷണമാണോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്, അത് ക്വാളിറ്റി മാനേജറാണ്. ഇവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഗുണനിലവാരം നമ്മൾ അളക്കണ്ടേ. എന്നാൽ മാത്രമല്ല ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അതിനെന്താണ് ഒരു ചീത്തപ്പേര് വരാനായിട്ട് കാരണമാവും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളായിക്കോട്ടെ അത് നോക്കുന്നത് ചെക്ക് ചെയ്യുന്നത് ക്വാളിറ്റി മാനേജറാണ്. രണ്ടാമത്തെ പോയിന്റ്, എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂം, OT ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസ്. അതായത് ഹോസ്പിറ്റലിന്റെ മറ്റു പല ഏരിയകള്, OPD ഏരിയകളുണ്ട്, വാർഡുകളുണ്ട്, ലേബർ റൂം ഉണ്ട്, OT ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഏരിയകളുടെയും എന്താ പറയാ വൃത്തി അല്ലെങ്കിൽ അവിടെ ക്ലീൻ ആയിട്ടാണോ ഇട്ടിരിക്കുന്നത്, അതും എന്താണ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇതൊക്കെ നോക്കുന്നത് ആരാണ്, ക്വാളിറ്റി മാനേജറാണ്. മൂന്നാമത്തത്, പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് അറൈവ് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. അതുപോലെ തന്നെ പീരിയോഡിക്കൽ അസസ്മെന്റ് നടത്തുക, ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള മാർക്ക് കൊടുക്കുക, സ്കോർ കൊടുക്കുക. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെന്നിട്ട് അവിടെ നല്ല ക്ലീൻ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിന് സ്കോർ കൊടുക്കുക.
ഈ സ്കോറുകളാണ് ആനുവൽ എന്താ പറയാ നമ്മൾ പറയില്ലേ ഹോസ്പിറ്റലുകൾക്കും എന്തുണ്ട് പല പല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവാർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ, അവർക്ക് അച്ചീവ്മെന്റ് കിട്ടും. അപ്പൊ ഈ സ്കോറൊക്കെ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് കേട്ടോ. ഇത് സ്കോർ കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ഇവര് സ്കോർ കൊടുക്കുന്നത്. അപ്പൊ സ്കോർ കൊടുക്കുന്നത് ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. നാലാമത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ഗ്യാപ്പ് അനാലിസിസ്, ഇവോൾവ് ആക്ഷൻ പ്ലാൻ ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് അവർ ബ്രേക്ക് എടുക്കുകയാണ്, ജോലി ചെയ്യാനുള്ള മടുപ്പ് അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് ജോലി ചെയ്യുക, ഈ ഒരു സമയത്ത് ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് ഗ്യാപ്പ് വരെയാണ്. അതിനെയാണ് എന്ത് പറയാ, ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ് എന്ന് പറയാ കേട്ടോ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ജോലി ചെയ്യാനുള്ള മടി അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് ജോലി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയിൽ എന്ത് വരാം, എന്താ പറയാ, വേരിയേഷൻ സംഭവിക്കാം. അപ്പൊ അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട് അവരുടെ മേലധികാരിയെ അത് അറിയിക്കുകയും അതിനു വേണ്ടിയിട്ട് പുതിയ പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നത് ക്വാളിറ്റി മാനേജറാണ്. അഞ്ചാമത്തെ പോയിന്റ്, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഞാൻ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഈ ചില ക്രൈറ്റീരിയകളിലായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് അവര്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ക്വാളിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ആളുകളെ കൂടുതൽ അവയർനെസ് കൊടുത്തിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആ ഹോസ്പിറ്റലിൽ കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ മീറ്റിങ്ങുകൾ നടത്തുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. Then ensuring that the hospital meets all regulatory complaints like BMW, waste management, blood bank, storage license, AREB എന്നല്ല കേട്ടോ, AERB എന്നാണ് കറക്റ്റ് വരിക. ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ PDF കേട്ടോ. AERB ആണ്, AERB റെഗുലേഷൻസ്, റേഡിയേഷൻ ലൈസൻസ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, BMW ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി BWM ആണെന്ന് കേട്ടോ, BWM അല്ലേ, അതും ഇവിടെ ബയോമെഡിക്കൽ അല്ല BMW തന്നെയാണ്. ഓക്കെ. അപ്പോ ഹോസ്പിറ്റലിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, ബ്ലഡ് ബാങ്ക്, അതുപോലെ തന്നെ സ്റ്റോറേജ് ലൈസൻസ്, മെഡിസിൻ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതുമായി ബന്ധപ്പെട്ട ലൈസൻസ് കാര്യങ്ങള്, അതുപോലെ തന്നെ AERB എന്താ പറയാ റെഗുലേഷൻ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുകളില് റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ MRI ചെയ്യുന്നു അല്ലെങ്കിൽ CT ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ നൽകുന്നത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, ദാറ്റ് ഈസ് AERB. ഓക്കെ. അപ്പൊ അവരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണോ അവർ പ്രവർത്തിക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ് കേട്ടോ. അപ്പോ BMW എന്ന് പറഞ്ഞാലും ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ദെൻ AERB എന്ന് പറഞ്ഞാല് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് കേട്ടോ. റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് AERB ആണ്, ദാറ്റ് ഈസ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ക്ലിയർ ആയോ? കിട്ടിയോ? എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ. Then seventh point, keep record of non-functional equipment and timeline for its repair along with the AMC for all equipments. അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തനരഹിതമായ എന്തെങ്കിലും എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ അതിനെ റിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ ടൈം പീരീഡിനുള്ളിൽ അത് റിപ്പയർ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഒരു AMC സൂക്ഷിച്ചിട്ടുണ്ടാവും. AMC എന്ന് പറഞ്ഞാല് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് ആണ് കേട്ടോ.
ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അതായത് നമ്മൾ നോക്കിയാൽ അറിയാം എല്ലാ ഹോസ്പിറ്റലുകളിലും എക്യുപ്മെന്റുകൾ ഉണ്ട്. ഈ എക്യുപ്മെന്റുകൾ എന്തെങ്കിലും തകരാറാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളെ നമ്മൾ വിളിച്ചെന്ത് ചെയ്യും, അത് മെയിൻ്റനൻസിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഹോസ്പിറ്റലുകൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന കമ്പനികളോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ ഉണ്ടാവും. അവര് തന്നെ ആയിരിക്കും വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക. അത് അവർ ചെയ്യുമ്പോൾ ഇത്ര വർഷത്തേക്ക് കരാർ ഒപ്പിട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുക, മെയിൻ്റനൻസ് വർക്കുകൾ ഏറ്റെടുക്കുക. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, AMC എന്ന് പറയുന്നത് കേട്ടോ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഓക്കെ, eighth point, planning and workout procedures towards upliftment, preventive maintenance of equipment and vehicles and modernization of hospital. ഉന്നമനത്തിനും പ്രതിരോധത്തിനുമുള്ള നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അതായത് ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാൽ അതിന്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഉപകരണങ്ങളുടെയും വാഹനങ്ങളുടെയും മെയിൻ്റനൻസ്, ആശുപത്രിയുടെ നവീകരണം. അപ്പൊ ആശുപത്രിയിൽ എന്തെങ്കിലും ചോർച്ചയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ഭിത്തിയൊക്കെ എന്താ പറയാ പൊട്ടിയിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, the ninth one, to install an virtual grievances redressal system both for employees and the patients. അതുപോലെ തന്നെ ഒരു വെർച്വൽ ഗ്രീവൻസസ് റിഡ്രസൽ സിസ്റ്റം, പരാതി പരിഹാരം, വെർച്വൽ ആയിട്ട് സ്റ്റാഫുകളുടെ പരാതി പരിഹാരം കേൾക്കാനുള്ള ഒരു അവസരം എടുക്കുക. എന്തിനാണ് സ്പീഡ് കൂടുതൽ? ഇപ്പൊ പറഞ്ഞു പോകുന്നതിനാണോ? മറ്റുള്ളവർക്കും സ്പീഡ് കൂടുതലാണോ? മറ്റുള്ളവർക്കും കിട്ടുന്നില്ലേ? എവിടെ തൊട്ടാ പറയണ്ടേ? അപ്പൊ എവിടെ തൊട്ടാ നിങ്ങൾക്ക് കിട്ടിയത് അത് പറയാം. ഏത് പോയിന്റ് വരെ പറയാം? സെവൻത്ത് മുതൽ കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. Keep a record of non-functional equipment and timeline for its repair along with the AMC for all equipments. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള, അതായത് ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉണ്ടാകും, അതിന്റെ റെക്കോർഡ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ അതിലൊരു ടൈം ലൈൻ വെക്കുക, ഇത്ര ദിവസത്തിനുള്ളിൽ അത് മെയിൻ്റനൻസിന് കൊടുക്കും എന്നുള്ളൊരു ടൈം ലൈൻ വെക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെന്റുകൾക്കും AMC ഉണ്ടാകും. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉള്ള എല്ലാ എക്യുപ്മെന്റുകൾക്കും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉണ്ടാവും. നിങ്ങളിപ്പോ ഒരു മിക്സിയോ വാഷിംഗ് മെഷീനോ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാറന്റി കാർഡ് കിട്ടുന്നതാണ് അല്ലെ? കാരണം ആ ഒരു ടൈം പീരീഡിനുള്ളിൽ, ഇപ്പൊ 1 വർഷമോ 5 വർഷമോ ആയിക്കോട്ടെ, ആ ടൈം പീരീഡിനുള്ളിൽ അത് കേടായി കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ സർവീസ് ആയിട്ട് അവർ ചെയ്തു തരും. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന് മേടിക്കുന്ന എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ വന്ന് അത് മെയിൻ്റനൻസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് സൂക്ഷിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? 7ാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? Then 8ാമത്തെ പോയിന്റ്, പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവാർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, preventive maintenance of equipment and vehicles and modernization of hospital. ആശുപത്രിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക. പിന്നെ ആശുപത്രിയുടെ നവീകരണം, അതായത് ആശുപത്രിക്ക് എന്തെങ്കിലും ചോർച്ച ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആശുപത്രിക്ക് എന്തെങ്കിലും എന്താ പറയാ പഴകിയ കെട്ടിടമാണെങ്കിൽ അത് നവീകരിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ക്വാളിറ്റി മാനേജർ ആണ്. Then 9th point, to install an virtual grievances redressal system both for employees and the patients. അതായത് ഒരു പരാതി പരിഹാര സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വെർച്വൽ ആയിട്ടുള്ള എന്താ പറയാ പരാതി പരിഹാരം. ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ
ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് വെർച്വൽ ആയിട്ട് എന്ത് ചെയ്യുക, അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. The 9th one, strengthen of hospital MIS KPI report action taken. Okay. MIS എന്ന് പറഞ്ഞ ഫുൾ ഫോം എടുത്തോളൂ. മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. KPI hospital key performance indicator. MIS എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. KPI എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ. അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന രണ്ട് വിഭാഗമാണ് MIS, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. KPI എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഹോസ്പിറ്റൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ക്രൈറ്റീരിയ ആണ്, ഓരോ സ്റ്റാൻഡേർഡുകളാണ്. ഹോസ്പിറ്റലിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് പറയുന്ന ക്രൈറ്റീരിയ ആണ് എന്ത് പറയുന്നത്, പെർഫോമൻസ്. ഹോസ്പിറ്റലിൽ എന്താ പറയാ ചെയ്യുന്ന പെർഫോമൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മള് ഹോസ്പിറ്റൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ചേർന്നിട്ട് ഹോസ്പിറ്റലിനെ സ്ട്രെങ്തൻ ചെയ്ത് റിപ്പോർട്ട് സ്വീകരിക്കേണ്ടത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറാണ്. KPI കീ എന്നല്ല ട്ടോ, കീയോ KEY കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എഴുതിയോ? ഓക്കെ. അപ്പൊ ഇവർ രണ്ടുമായിട്ട് ചേർന്നിട്ട് ഹോസ്പിറ്റലിനെ ശക്തിപ്പെടുത്തേണ്ടത് ക്വാളിറ്റി മാനേജറാണ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ദെൻ 11ാമത്തെ പോയിന്റ്, കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. അതായത് മറ്റുള്ള അതോറിറ്റിയുമായി ചേർന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ക്വാളിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. മറ്റുള്ള അതോറിറ്റിയുമായിട്ട് ചേർന്ന് കോർഡിനേറ്റ് ചെയ്യുക. ദെൻ 12ാമത്തെ പോയിന്റ്, എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പുവരുത്തേണ്ടത് ക്വാളിറ്റി മാനേജറാണ്. ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം, അതായത് നല്ല ക്വാളിറ്റിയുള്ള ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുക, അല്ലെ? ആ ഒരു സ്റ്റാഫുകൾക്ക് എന്ന് പറഞ്ഞാൽ നിശ്ചിത ഗുണനിലവാരം ഉണ്ടാവും. നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടില്ലേ? ഓക്കെ. അപ്പോ ആ ഒരു എന്താ പറയാ, ആ ജോലി ചെയ്യുമ്പോൾ നിശ്ചിത ക്വാളിറ്റി നിങ്ങൾ ആ ജോലിയിൽ കൊടുത്തിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളുകളെ അല്ലെങ്കിൽ ജീവനക്കാർക്ക് അവബോധം കൊടുക്കുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ദെൻ 13ാമത്തെ പോയിന്റ്, റെസ്പോൺസിബിൾ ഫോർ ട്രെയിനിങ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് ഉത്തരവാദിത്വമുള്ളത് ക്വാളിറ്റി മാനേജർക്കാണ്. കമ്മിറ്റികളുണ്ട് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട്, പല കമ്മിറ്റികളുണ്ട്. അത് രൂപീകരിക്കുന്നതിന് ഉത്തരവാദിത്വമുള്ളത് ആർക്കാണ്? ക്വാളിറ്റി മാനേജർ. ഓക്കെ, ക്ലിയർ ആണോ? ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ് എന്ന് പറഞ്ഞാല് സ്റ്റാഫുകള് എന്താ പറയാ മടി പിടിച്ച് ജോലി ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ അലക്ഷ്യമായിട്ട് ജോലി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ആക്ഷൻ എടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത് ക്വാളിറ്റി മാനേജറാണ്. ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ്. ഓക്കെ, ക്ലിയർ ആണോ? 13 പോയിന്റ് മനസ്സിലായോ? ഇനി ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇസ് പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടെയ്ൻമെന്റ്
and enhancing quality standards across the hospital of our country. നമ്മുടെ രാജ്യത്തെ ആശുപത്രിയിലുടനീളം രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഹോസ്പിറ്റലുകൾക്ക്? അതായത് ഗുണനിലവാരമുള്ള ആശുപത്രികൾക്കാണ് എന്ത് കൊടുക്കുക? സർട്ടിഫിക്കറ്റ് അലോ ചെയ്ത് കൊടുക്കുക, അല്ലെ? ഇവിടെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ആശുപത്രിയിലുടനീളം രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയും. ഒന്നുകൂടി പറയാം. നമ്മുടെ രാജ്യത്തെ ആശുപത്രിയിലുടനീളം രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉയർത്തുന്നതിനും ഉള്ള പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. കിട്ടിയോ? മനസ്സിലായോ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഹോസ്പിറ്റലുകളില് എല്ലാവർക്കും കിട്ടിയില്ല? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മനസ്സിലായോ? ഒന്നുകൂടി പറയാം. നമ്മുടെ രാജ്യത്തെ ആശുപത്രിയിലുടനീളം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അനേകം ആശുപത്രികൾ ഉണ്ട്. ഓക്കെ, അവിടെ വരുന്ന രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗുണനിലവാരം ഉയർത്തുന്നതിനും ഉള്ള പ്രോസസ്സിനെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? നിങ്ങളുടെ തൊട്ടടുത്തൊരു ആശുപത്രി ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ധാരാളം രോഗികൾ വരുന്നുണ്ട്. നിങ്ങൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ അവിടെ ചെല്ലാറുണ്ട്. അപ്പോ ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, ക്വാളിറ്റി മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്ന വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇനി നോക്കി നിങ്ങൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലുകളിൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഹൈറാർക്കി പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിൽ നിൽക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടർ ആണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കേട്ടോ. അതാണ് ഏറ്റവും ആദ്യം വരിക. ദെൻ അതിന്റെ അണ്ടറിലായിട്ട് സിഇഒ വരും, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് വരും. ദെൻ മെഡിക്കൽ സൂപ്രണ്ട് വരും, മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് വരുന്നതാണ്. ദെൻ സിഇഒയുടെയും അതുപോലെ മെഡിക്കൽ സൂപ്രണ്ടിന്റെയും അണ്ടറിലായിട്ട് ക്വാളിറ്റി മാനേജർ വരുന്നതാണ്. ക്വാളിറ്റി മാനേജർ വരും. അതിനുശേഷം അയാളുടെ കീഴിലായിട്ട് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ വരുന്നതാണ്. ഓക്കെ, ദെൻ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ അണ്ടറിലായിട്ടാണ് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് വരുന്നത്. ദെൻ ക്വാളിറ്റി കോർഡിനേറ്റർ വരും. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ക്വാളിറ്റി അസിസ്റ്റന്റ് വരും. ദെൻ റൈറ്റ് സൈഡിലായിട്ട് റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രതിനിധികളും അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ടാണ് വരിക. ഓക്കെ, ഒരു സ്ട്രക്ചർ ആണത് കേട്ടോ. ഫസ്റ്റ് ബോർഡ് ഡയറക്ടേഴ്സ് ആണ് വരുന്നത്. അതിന്റെ കീഴിൽ സിഇഒ വരുന്നതാണ്. ദെൻ മെഡിക്കൽ സൂപ്രണ്ട് വരും. അതുപോലെ തന്നെ അതിന്റെ അടിയിലായിട്ട് ക്വാളിറ്റി മാനേജർ, അതിന്റെ അണ്ടറിൽ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ, ദെൻ ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി അസിസ്റ്റന്റ്, ദെൻ റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് അക്രഡിറ്റേഷനും കൂടി ഒന്ന് പറയാം. ഓക്കെ, അക്രഡിറ്റേഷൻ കൂടി ഒന്ന് പറഞ്ഞുതരാം. Accreditation refers to public recognition. For a hospital to be accredited, it is done through an independent external evaluation of the organization level of performance in connection with the standard. Accreditation is non-compulsory. It is an ongoing or continuous process. Accreditation എന്ന് പറഞ്ഞാൽ ഒരു പൊതു അംഗീകാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു അംഗീകാരം കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് അക്രഡിറ്റേഷൻ. ഒരു ആശുപത്രിക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ
സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരത്തിന്റെ ഒരു ബാഹ്യ വിലയിരുത്തലാണെന്ത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഓർക്കുക, അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അംഗീകാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ആശുപത്രിക്ക് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ എന്ത് ലഭിക്കുക, അക്രഡിറ്റേഷൻ ലഭിക്കുക. ഏറ്റവും മികച്ച രീതിയിൽ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ലെവലില് കുറെ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ആ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ ലഭിക്കുക. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ കമ്പൽസറി ആണ്. ഇത് നിർബന്ധമില്ല. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകൾക്കും അക്രഡിറ്റേഷൻ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് ഹോസ്പിറ്റലിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്, രോഗികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ് ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഒരു ഓൺ ഗോയിങ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ? ഇനി പറയണൊന്നും കൂടി പറയണ്ട? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? വേണോ? ഓക്കെ, ഞാൻ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞേ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ. അതായത് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ അംഗീകാരമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അല്ലെ? നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ? അത് നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? ഒരു അംഗീകാരമാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡന്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് മാത്രമാണ് എന്ത് കിട്ടുക, സർട്ടിഫിക്കറ്റ് കിട്ടുക. അല്ലേ? ഏറ്റവും നന്നായി പഠിച്ച് മികച്ച സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ അനുവദിച്ചു തരിക. അല്ലെ? അപ്പോ ആ ഒരു കാര്യം തന്നെ നിങ്ങളെ ഹോസ്പിറ്റൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഏറ്റവും മികച്ച ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് എന്ത് കിട്ടുക, അക്രഡിറ്റേഷൻ ലഭ്യമാവുക. പിന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നിർബന്ധമല്ല. അതായത് എല്ലാ ഹോസ്പിറ്റലുകൾക്കും എന്തില്ല, അക്രഡിറ്റേഷൻ ഇല്ല. അക്രഡിറ്റേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട്. പക്ഷെ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും മികച്ചതാണ് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അക്രഡിറ്റേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പഠിപ്പിക്കുന്ന സമയത്ത് പോലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടാകാം. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ, ബെനിഫിറ്റ്സ് ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഏകദേശം ഒന്ന് ക്ലിക്ക് ആവും. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് അക്രഡിറ്റേഷൻ കിട്ടുന്നത് കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. അക്രഡിറ്റേഷൻ കിട്ടുന്നത് കൊണ്ട് പേഷ്യന്റിന് ഉണ്ടാകുന്ന ഗുണം എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പേഷ്യന്റ് എന്ത് ഗുണങ്ങളാണ് ഉണ്ടാവുക? ഫസ്റ്റ് വൺ, പേഷ്യന്റ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. പേഷ്യന്റ് ആണ് ഏറ്റവും കൂടുതൽ, പേഷ്യന്റിനാണ് ഇതിലൂടെ നേട്ടം ഉണ്ടാകുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ പേഷ്യന്റിനാണ് അക്രഡിറ്റേഷൻ കിട്ടുന്ന സ്ഥാപനത്തിൽ നിന്ന് നേട്ടം ഉണ്ടാകുന്നത്. രണ്ടാമത്തത്, അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അക്രഡിറ്റേഷൻ കിട്ടുന്ന സ്ഥാപനമാണെങ്കിൽ അത് പേഷ്യന്റിന് ഉയർന്ന നിലവാരമുള്ള ട്രീറ്റ്മെന്റും അതുപോലെ പേഷ്യന്റിന്റെ സുരക്ഷയും അവര് അഷ്വർ ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ്, ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. ഉയർന്ന യോഗ്യതയുള്ള സ്റ്റാഫുകളായിരിക്കും പേഷ്യന്റിനെ അവിടെ സെർവ് ചെയ്യുക. അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നല്ല നിലവാരമുള്ള യോഗ്യത നേടിയിട്ടുള്ള സ്റ്റാഫുകളെയാണ് അവിടെ ജോലിക്ക് എടുക്കുക. അപ്പോ അവരുടെ സേവനം ഈ പേഷ്യന്റിന് ലഭിക്കും. നാലാമത്തെ പോയിന്റ്, റൈറ്റ്സ് ഓഫ് പേഷ്യന്റ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. പേഷ്യന്റിന്റെ
റൈറ്റ്സ്, അവകാശങ്ങള്, പേഷ്യന്റ് എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ പരിഹരിക്കപ്പെടുന്നതാണ്. പേഷ്യന്റേതായിട്ടുള്ള അവകാശങ്ങള് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു. Then patient satisfaction is frequently evaluated. പേഷ്യന്റിന്റെ സംതൃപ്തി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ വന്നിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇതിൽ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യാറുണ്ടോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഓരോ ക്ഷേമാന്വേഷണം നടത്തും നമ്മളോട്. അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് പേഷ്യന്റിനാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയും മതി. ഇന്ന് മൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് മൂലം പേഷ്യന്റിന് നല്ല നിലവാരത്തിലുള്ള ട്രീറ്റ്മെന്റും സുരക്ഷയും ലഭിക്കുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്നെടുത്തതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പ്രത്യേകം നോട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. പിന്നെ ഷോർട്ട് ഫോമുകൾ നോക്കി വയ്ക്കുക ഇതിനകത്തെ. TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, QC ക്വാളിറ്റി കൺട്രോൾ, അങ്ങനെ പറയുന്ന കാര്യങ്ങള്. പിന്നെ KPI, MIS, AERB, BMW, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഫോർത്ത് പോയിന്റ് ഏതാ ഇതിനകത്തോ? പേഷ്യന്റ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. പേഷ്യന്റ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല. ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റ് അവകാശങ്ങൾ അവര് നിഷേധിക്കാറുണ്ട്. പേഷ്യന്റ് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാറായില്ല അവര്. പക്ഷെ അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണെങ്കിൽ പേഷ്യന്റ് അവകാശം അവർക്ക് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, പേഷ്യന്റിനെ സെർവ് ചെയ്യുന്നത് യോഗ്യരായിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകളാണ്. അതായത് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് കൂടി പാസ്സായി അങ്ങനെയുള്ള സ്റ്റാഫുകളാണ് അവരെ സെർവ് ചെയ്യുക അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണെങ്കിൽ. ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടും സ്റ്റാഫുകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ താഴേക്ക് പറയുന്നു. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് താഴേക്ക് പറയാനുണ്ട് കേട്ടോ. ഓക്കെ, വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം ടൈം ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് അതില്ലേ, അതൊന്നുകൂടി പറഞ്ഞുതരാമോ ചെറുതായിട്ട്? ഏതാണ് ആ ഫസ്റ്റ് പേജിലെ ആ ക്വാളിറ്റി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറയുന്നുണ്ടല്ലോ, അതൊന്നുകൂടെ ചെറുതായിട്ട് പറഞ്ഞുതരാമോ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, അതായത് ഹോസ്പിറ്റലിന്റെ ഉയർന്ന ഗുണനിലവാരമുള്ള ജോലികൾ ചെയ്യാനായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും സ്റ്റാഫുകൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പറയുന്നത് കേട്ടോ. സ്റ്റാഫുകൾക്ക് അവിടെ ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ വേറെ ഡൗട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? വായിച്ചു നോക്കട്ടെ നന്നായിട്ട്. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.